ശ്രീ ജോസ് പനച്ചിപ്പുറം ഭാഷാഭൂഷണി പ്രസിദ്ധീകരണങ്ങളുടെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ലഘുവായ എഡിറ്റർ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും എഴുത്തുകാരനുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അദ്ദേഹം എഴുതിയ കൃതിയുടെ ഭാഗം വായിക്കുകയും ചെയ്യും. വായിക്കാനുള്ള അവസരമുണ്ടാകുന്ന ഒരാൾ എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഷാഭൂഷണിക്കാണെങ്കിലും ഒക്കെ വരുന്ന നമ്മുടെ സാഹിത്യ രചനകൾ അത് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വായിക്കുകയും നമ്മുടെ ഭാഷയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മാറി വരുന്ന രീതികളെ പറ്റിയുള്ള ഒരു ബോധ്യമുണ്ടാവാൻ ഈ വായന സഹായിക്കുന്നു എന്നാണ് ഒരു എഡിറ്റോറിയൽ റോളിൽ എൻ്റെ അനുഭവം. ഈ കഥയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ കേരളം ക്രമേണ എൽഡേഴ്സിൻ്റെ ഒരു സംസ്ഥാനമായി മാറുകയാണ്. എന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാരുടെ, പ്രായമായവരുടെ ഒരു സംസ്ഥാനമായി. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ ശതമാനമുള്ളത് കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ നഗരങ്ങളിലും തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാ നഗരങ്ങളിലും നമ്മുടെ സീനിയർ സിറ്റിസൺസിൻ്റെ ചില കൂട്ടായ്മകൾ, അവർക്ക് മാത്രം പങ്കിടാനുള്ള കുറേ അനുഭവങ്ങളുണ്ടാവും. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ ജീവിക്കുന്നത് വർത്തമാനകാലത്തിലേ അല്ല, അവർ ജീവിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണെന്ന് പറയാം, ഭൂതകാലത്തിലാണ്. അവരുടെ യൗവനത്തിലും അവരുടെ ബാല്യത്തിലും അല്ലെങ്കിൽ അവരുടെ സജീവമായ ജീവിതകാലമാണ് അവരുടെ സംസാരങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നത്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി ബ്രാക്കറ്റിലെ 1765 to 1809 എന്ന് ഇപ്പോഴും തെളിമയോടെ വായിക്കാം. വേലുത്തമ്പി ദളവ നടത്തിയ സന്ദർശനത്തിന് ദളവയുടെ മുഴുവൻ പേരെഴുതിയ ചുമടുതാങ്ങി തന്നെ തെളിവ്. എല്ലാ വർഷവും വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ വീടിന് മുൻപിലെ ചുമടുതാങ്ങിക്കും കുമ്മായം പൂശാൻ തമ്പി വീട്ടുകാർ മറക്കാറില്ല. ഓരോ വെള്ളപൂശൽ കഴിയുമ്പോഴും ചുമടുതാങ്ങിയിലെ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നത് ആർക്കും നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേലുത്തമ്പി ദളവയുടെ സന്ദർശന ശേഷമാണ് തമ്പി വീട്ടുകാർക്ക് ദളവ എന്ന വിളിപ്പേരുണ്ടായത്. ദളവ അഞ്ചാമൻ, ദളവ ആറാമൻ എന്നൊക്കെ പല വഴി വിളിച്ച് ഇപ്പോൾ ഈ മരിച്ചു കിടക്കുന്നത് ഏഴാമനോ എട്ടാമനോ എന്ന് തീർച്ചയില്ലാതായിട്ടുണ്ട്. താഴത്തങ്ങാടി ക്ലബിലെ മറ്റ് 4 പേരും പലതവണ അത് ചോദിച്ചിട്ടുള്ളതാണ്. ദളവ എത്രാമൻ, ദളവ ചേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നവർക്ക് എത്രാമനായാൽ എന്ത് എന്ന ന്യായം ആ പിന്തുടർച്ചയ്ക്ക് ഉത്തരമാകുകയാണ് പതിവ്. ഇതിലൊരാൾ മരിച്ചതിനെ പറ്റിയാണല്ലോ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മരിച്ച വീട്ടിലെ ബാക്കി 4 പേരും ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ, നമുക്കറിയാം അവർക്ക് അവരുടെ ജീവിതത്തിലെ പഴയ കാലങ്ങളൊക്കെയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. വളരെ കുറച്ച് കഥകളെ ഞാനിപ്പോൾ എഴുതുന്നുള്ളൂ, വളരെ അപൂർവം കഥകൾ. കാരണം അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്രപ്രവർത്തകന് സർഗാത്മക സാഹിത്യം എഴുതാനുള്ള അവസരങ്ങൾ വളരെ കുറവാണെന്നിതാ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ശ്രീരാധാകൃഷ്ണ സാർ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഈ ലോകത്ത് നടക്കുന്ന ദൈനംദിന സംഭവങ്ങളുടെ നടുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവന ഇങ്ങനെ കാട് കയറി പോകാനോ അല്ലെങ്കിൽ ആ കാട് കയറി പോകുന്ന ഭാവനയെ ഇടയ്ക്ക് ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് അതിനെ കഥയാക്കാനോ ഒക്കെ നമുക്ക് വളരെ പരിമിതമായ സമയമേ കിട്ടുള്ളൂ. സമയമല്ല, അതിൻ്റെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായി പോകും നമ്മൾ.